ജാതി പറയാതെ നീതി കിട്ടില്ല. വെള്ളാപ്പള്ളിക്ക് മാത്രമാണോ ഇങ്ങനൊരു തോന്നലെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം കേരളത്തിൽ ജാതി വ്യവസ്ഥയും ജാതി സമവാക്യങ്ങളുമൊക്കെ ഇങ്ങനെ കൂടിക്കലർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ വോട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നോക്കി ചെയ്യേണ്ടതല്ലേ എന്നുള്ള വെള്ളാപ്പള്ളിയുടെ വാദം ശക്തമാവുകയാണ്. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രീതി, അത് വെള്ളാപ്പള്ളി തുടരുന്ന സാഹചര്യം സമൂഹത്തിന് അറിയാവുന്നതുമാണ്. ഒരേ സമയം തന്നെ ക്ലിഫ് ഹൗസിൻ്റെയും കന്റോൺമെന്റ് ഹൗസിൻ്റെയും പിന്നാമ്പുറങ്ങളിൽ ചെന്ന് എന്ത് സമ്മാനവും കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മനസ്സ് വെള്ളാപ്പള്ളിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. ഒരേ സമയം പിണറായി വിജയനെ പുകഴ്ത്തുകയും അതേസമയം തന്നെ മോദിയോട് വല്ലാത്ത ഭക്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഈ വ്യക്തിയെ, ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ, ഇദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളെയൊക്കെ സത്യത്തിൽ സമൂഹത്തിന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ സമൂഹത്തിന് അറിയാം എന്ന് തന്നെയാണ്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം ചിലപ്പോൾ ഇദ്ദേഹത്തെ ആ ജാതിക്കാരും വച്ചു വാഴിക്കുന്നുണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇല്ലെങ്കിൽ എന്നെ അടിച്ചു പുറത്താക്കിയെന്നെ. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കേരളം എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്ത്, കേരളം എന്ന് പറയപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ജാതി പറഞ്ഞ്, ജാതി വേർതിരിച്ച് മനുഷ്യനെ പലതരത്തിൽ പല കോണുകളിലാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്ന ഒരു നേതാവിനെ, ഒരു ജാതിയുടെ പേരിൽ മാത്രം നവോത്ഥാന നേതാവ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരാളെ കേരളം കണ്ടു കാണില്ല. അത്രത്തോളം തരംതാണ് പോകുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത്. പിന്നെയുണ്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് ആർക്കും യോജിപ്പുണ്ടാകുവാനുള്ള സാധ്യതയുമില്ല. അതായത് ജാതി പറയാതെ ഇവിടെ നീതി കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം ഒരേ സമയം തന്നെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പിണറായിയോടൊപ്പവും മോദിയോടൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിൽ പിണറായി വിജയനെ പുകഴ്ത്തുന്നതിൽ ഒരു കുറവും SNDPയുടെ ഈ നേതാവ് കാണിക്കാറില്ല. വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന തരത്തിലേക്ക് പലപ്പോഴും പിണറായിയും ഒപ്പം തന്നെ ഈഴവ സമൂഹത്തിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശനുമൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യാറുണ്ട്. ഇപ്പോൾ അവർ രണ്ടുപേരും അത്തരത്തിൽ വളരെ അടുത്തിരിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. അത് ജാതീയമായിട്ടുള്ള അടുപ്പമാണോ എന്ന് ചോദിച്ചാൽ അതല്ല, രാഷ്ട്രീയത്തിന്റെ അടുപ്പമാണോ എന്ന് ചോദിച്ചാൽ അതായിരിക്കാം. ഈ എന്തും വിളിച്ചു പറയാൻ ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു നാവ് വെള്ളാപ്പള്ളിക്കുള്ളത് കൊണ്ട് തന്നെ ആരെയും എവിടെയും ഏത് തരത്തിലും എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന തരത്തിലേക്ക് അദ്ദേഹം ആയി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം, കരുണാകരന്റെ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശങ്കറിനെ കുറിച്ച് പറയുന്ന വാദഗതികളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് SNDPയുടെ പല, അല്ലെങ്കിൽ ഈഴവരായിട്ടുള്ള പല മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും താറടിച്ചു കാണിക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള വാദം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഈഴവൻ, നായർ, പുലയൻ എന്നൊക്കെ പറഞ്ഞ് പല ജാതീയമായ പേരുകൾ വിളിച്ച് ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് ജാതി പറഞ്ഞിങ്ങനെ വോട്ട് നേടാൻ ശ്രമിക്കുന്നത്? ഒരു ജാതിയുടെ നേതാവാണ്, അല്ലെങ്കിൽ ഒരു ജാതിയുടെ ഒരു സമുദായത്തിന്റെ നേതാവാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ആ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി എന്ത് വേണോ ചെയ്തുകൊള്ളു. അല്ലാതെ ആ സമുദായത്തിന്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാനും നടത്തുന്ന ഈ ശ്രമങ്ങളുണ്ടല്ലോ, അത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ വെള്ളാപ്പള്ളി കളിക്കുന്ന കളി, ലീഗിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ലീഗ് എന്ന് പറയപ്പെടുന്ന ആട്ടിൻ തോലിട്ട ചെന്നായാണ്. കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDFന്റെ ഭാഗമായിട്ട് നിൽക്കുകയും UDFനൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്നത്, ആ പാർട്ടി അവരുടെ പാർട്ടി, അതിനകത്ത് അവർ പേര് വെച്ച് തന്നെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ആ പാർട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി ആ പാർട്ടി സ്വീകരിക്കുന്ന നയങ്ങൾ മുസ്ലിം എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളതുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതിനോട് യോജിപ്പില്ല. അത് KM ഷാജി കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ UDF വിജയിക്കേണ്ടതുണ്ട്. ആ വിജയിക്കുന്നതിൽ തന്നെ മുസ്ലിം ലീഗ് വളരെ വലിയ നേതൃത്വം എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിജയിച്ചു കയറേണ്ടത്. മാത്രമല്ല മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം അത്തരത്തിലൊരു വിജയം എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വാദഗതി. അത് പക്ഷേ
വിരൽ ചൂണ്ടുന്നത് പച്ച വർഗീയതയിലേക്കാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തുറന്നടിക്കുന്ന പച്ച വർഗീയതയിലേക്കാണ് അത് പോയത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിനെ നമുക്ക് വേണമെങ്കിൽ ആ തരത്തിൽ തന്നെ കാണാം. പക്ഷേ ഇതേ ലീഗ് കാണിക്കുന്ന അതേ നിലപാട് തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ഈഴവ സമൂഹത്തിന്റെ പ്രതിനിധി എന്ന് പറയപ്പെടുന്ന SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കാണിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശന്റെ ഈ വാദഗതികൾ എന്ന് പറയപ്പെടുന്നത് അധികാരത്തിലെത്താൻ മുന്നണികൾ ഈഴവ സമുദായത്തെ കൂട്ടുപിടിക്കുമെന്നും കൂട്ടുപിടിച്ച് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ തള്ളിക്കളയുമെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വാദം എന്ന് പറയപ്പെടുന്നത്. സാമുദായിക ശക്തി എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. ആ സാമുദായിക ശക്തി കാണിച്ച് ഭരണപക്ഷത്തെ പേടിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത് ഈ പറയുന്ന സാമുദായിക ആചാര്യന്മാരാണ്. ഇതൊരു SNDPയുടെ വെള്ളാപ്പള്ളിയുടെ കാര്യം മാത്രമല്ല, NSSന്റെ നേതാവായിട്ടുള്ള സുകുമാരൻ നായർ ഇതുപോലൊക്കെ തന്നെയാണ് പ്രതികരിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നമുക്കറിയാം, കോൺഗ്രസിനോട് വലിയ അടുപ്പം പുലർത്തിയിരുന്ന നേതാവായിരുന്നു ഈ സുകുമാരൻ നായർ, NSSന്റെ നേതാവ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, അതായത് കുറച്ച് മാസങ്ങളായി തന്നെ ഇദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം ചേരുകയും ഇടതുപക്ഷത്തിന്റെ മൂല്യങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ഇടതുപക്ഷത്തെ പിന്താങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനും ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇടതുപക്ഷത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇടതുപക്ഷത്തിനോടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രേമമോ സോഷ്യലിസം തിരക്ക് കയറിയതൊന്നും അല്ല. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക, സ്വന്തമായിട്ടുണ്ടാക്കി വെട്ടിവെച്ചിരിക്കുന്ന ചില കുരുക്കുകളുണ്ട്, ആ കുരുക്കുകളിൽ നിന്ന് അഴിഞ്ഞ് പുറത്തു വരിക. അത് വെള്ളാപ്പള്ളിക്കാണെങ്കിലും ശരി, സുകുമാരൻ നായർക്കാണെങ്കിലും ശരി, ജയിലുകളിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള ഒരു ശ്രമം, ജയിലറകളിൽ പോയി ജയിലഴികൾ എണ്ണി ജീവിതം തീർക്കാതിരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഈ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തുന്നത് SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളിയും ഒപ്പം തന്നെ NSSന്റെ നേതാവ് സുകുമാരൻ നായരും. എല്ലാവർക്കും അറിയാം ഇവരുടെയൊക്കെ ഇടയിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്നും ഇവർ നടത്തിയിട്ടുള്ള ഏതു തരത്തിലുള്ള പ്രവൃത്തികളും അംഗീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തികളെല്ലാം തന്നെ തേച്ചു മാച്ചു കളയേണ്ടതിന്റെ ആവശ്യകത കൂടി ഉള്ളത് കൊണ്ടാണ് ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാൻ ഇപ്പോൾ തീരുമാനിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതേ പിണറായി വിജയനെയും VS അച്യുതാനന്ദനെയും ഒക്കെ വല്ലാതെ അങ്ങ് താറടിച്ച് കാണിക്കുന്ന ഒരു രീതി മുൻപ് ഇതേ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ച അതേ വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ രണ്ട് കൈ നീട്ടി പിണറായി വിജയനെ മാറോട് ചേർത്ത് അണച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വസ്തുതയാണ്. സ്വർണ്ണപ്പാളി വിവാദം വിഷയം വലിയ കത്തിക്കേറിയപ്പോഴും അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിച്ചത്, വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്, ഇത്രയും മാന്യനും ആൾക്കാരോട് പെരുമാറാൻ കഴിവുള്ളവനുമായിട്ടുള്ള മഹാനായ ഒരു മന്ത്രിയാണ് VN വാസവൻ എന്നാണ്. ആ VN വാസവനെ പുകഴ്ത്തുന്നതിന് പകരം അദ്ദേഹം രാജിവെക്കണമെന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്ന് ആരോപിച്ച വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം മനസ്സിലാക്കുക. കക്കുന്നവനെയൊന്നും താങ്ങേണ്ട ആവശ്യം മലയാളിക്കില്ല എന്ന് മനസ്സിലാക്കുക. കക്കുന്നതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവനെ പുകഴ്ത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയായിരിക്കാം, നിങ്ങളുടെ ഉത്തരവാദിത്വമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് സന്തോഷം കണ്ടെത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ടാകാം. നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ബാക്കിയുള്ളവർ കൂടി അതിനുവേണ്ടി കീജയ് വിളിക്കണമെന്ന് പറയപ്പെടുന്നത് അത് നിങ്ങളുടെ സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയിലേക്ക് ഒരിക്കലും മറ്റുള്ളവരെ കടത്തിവിടാൻ ശ്രമിക്കേണ്ട. മാത്രമല്ല, താങ്കളുടെ ജാതി പേര് പറഞ്ഞ് അല്ലെങ്കിൽ SNDPയുടെ പേരും യോഗത്തിന്റെ പേരും ഒക്കെ പറഞ്ഞ് താങ്കൾ വല്ലാതെ നെകളിക്കുന്നുണ്ടല്ലോ. ആ നെകളിപ്പ് അവസാനം വരെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുമോ? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിൽ എന്നുള്ളതൊന്ന് നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പറയാൻ കഴിയുമോ? നിങ്ങൾ വച്ചിട്ടുള്ളതും നിങ്ങൾ പറയുന്നതുമായിട്ടുള്ള കണക്കുകൾ അംഗീകരിക്കുന്ന, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന രാഷ്ട്രീയക്കാർ ഇന്നുമുള്ളത് കൊണ്ടും അവർ ആ രാഷ്ട്രീയത്തിൽ ഈ സമുദായത്തെ എന്നല്ല ഏതൊരു സമുദായത്തെയും ഭയക്കുന്നത് കൊണ്ടുമാണ് നിങ്ങളോട് ഇവർ ഈ കരുണ കാണിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ തന്നെ വെള്ളാപ്പള്ളിയൊക്കെ എന്നേ ജയിലറകളിലേക്ക് എത്തിയനെ. ഈ സാമുദായിക സംഘടനയുടെ ഒരു പിൻബലം നിങ്ങൾക്കൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്തു കൂട്ടിയ അപരാധങ്ങൾക്ക് മാപ്പ് നൽകാത്ത മാപ്പർഹിക്കാത്ത അപരാധങ്ങൾക്ക് എന്നേ ജയിലറകളിൽ എത്തിയനെ എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒന്നും എത്താത്തത് പണത്തിന്റെ ഹുങ്കും ഈ സമുദായ സംഘടന എന്നുള്ള ആ ഒരു ലേബലുമൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ്
താങ്കളെപ്പോലുള്ളവർ മഹാന്മാരായി മാറുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ മഹാന്മാരായി മാറുന്നത് നിങ്ങളുടെ സമുദായത്തിന് മുന്നിലല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുന്നിലല്ല. നിങ്ങൾ മഹാന്മാരായി മാറുന്നത് ഈ രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് മുമ്പിലാണ് എന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങളുടെ മുമ്പിൽ വന്ന് വണങ്ങി വന്ദിച്ചു നിൽക്കുന്ന വിനീതന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരന്മാരുണ്ടല്ലോ, അവരുടെ മുമ്പിൽ മാത്രമാണ് നിങ്ങൾ മഹാന്മാരാകുന്നത്. നിങ്ങൾ ഈ ജാതി പറഞ്ഞ് ജാതി തിരിച്ച് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഈ രീതി ഉണ്ടല്ലോ, അത് മാറ്റിയാൽ മാത്രം മതി. നിങ്ങളുടെ സമുദായത്തെ നയിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഏതൊരു സമുദായത്തിനും അത്തരത്തിൽ നയിക്കുവാനുള്ള കരുത്തുണ്ടാകുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുന്നവർ വേണം, അവർ അത്യാവശ്യമാണ്. പക്ഷെ നിങ്ങൾ പറയുന്നവരെ ജാതി പറയാതെ അവർ നീതി കിട്ടില്ല എന്ന് പറയപ്പെടുന്നത് തെറ്റാണ്. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ചിഹ്നം നോക്കി വോട്ട് ചെയ്തത് ഈഴവർക്ക് തിരിച്ചടിയായി എന്ന്. അതിനർത്ഥം എന്താണ്? ചിഹ്നം നോക്കി വോട്ട് ചെയ്യുമ്പോൾ അത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പകരം നിങ്ങൾ പറയുന്നത് പേര് നോക്കി വോട്ട് ചെയ്യണമായിരുന്നു, പേര് എന്താണ് എന്ന് നോക്കിയതിന് ശേഷം വോട്ട് ചെയ്യണമായിരുന്നു, അങ്ങനെയാണ് ലീഗ് അടക്കമുള്ളത് ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്ന താങ്കളുടെ ആ രീതി ഉണ്ടല്ലോ, ഒരുതരം കുത്തിത്തിരിപ്പിലായി. അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയോട് ചേർന്ന് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളെ അവരുടേതായിട്ട് സ്വന്തമാക്കി അവരോടൊപ്പം സഞ്ചരിക്കുവാനുള്ള ബോധ്യവും അവർക്കുണ്ടാവും. പിന്നെ എന്തിനാണ് നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? പൊതുസമൂഹത്തിൽ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് സ്പർദ്ധ ഉണ്ടാക്കുന്നതിന്റെ ആവശ്യം എന്താണ്? സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ യോഗക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ SNDP യോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, സഞ്ചരിച്ചുകൊള്ളൂ, വിഷയമല്ല. പക്ഷേ നിങ്ങൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുന്നതും അവിടെ നിങ്ങൾ ജാതി പറഞ്ഞ് നിങ്ങളുടെ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതും നിങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതും ഒക്കെ അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അതിന് സംരക്ഷണ കവചം ഒരുക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് എന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിനറിയാം. നിങ്ങൾ ഈ പറയുന്ന SNDP എന്ന് പറയപ്പെടുന്ന യോഗത്തിലുള്ളവർക്കും അറിയാം, മാത്രമല്ല നിങ്ങളുടെ ജാതിക്കാർക്കും അറിയാം, പൊതുസമൂഹത്തിന് മുഴുവനായിട്ടും അറിയാം. അത് താങ്കൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു ജാതിയുടെ പേരും പറഞ്ഞ് ആരെയും നിങ്ങൾ തള്ളിക്കളയാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ജാതിയുടെ വാലുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുവാനും നിൽക്കണ്ട. വെള്ളാപ്പള്ളിക്ക് ഈ പറയുന്ന CPM-നോടൊപ്പം ചേർന്ന് പോകാൻ ആണ് താല്പര്യമെങ്കിൽ ആ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കൂ. അല്ല, ഇനി നിങ്ങൾക്ക് BJP-യോടൊപ്പം സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ മോദിയോടൊപ്പം സഞ്ചരിക്കൂ. അവിടെ മകനൊരു രാജ്യസഭാ സീറ്റ് ഒപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാണ് ഈ മോദിയുമായിട്ടുള്ള ചങ്ങാത്തം ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ അത് നടന്നില്ല. ഇവിടെ പിണറായി വിജയനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വെള്ളാപ്പള്ളിക്ക് തന്നെയുള്ള പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് അകത്ത് പോകാതിരിക്കുന്നതിനുള്ള ശ്രമമാണ്. ഇങ്ങനെ രണ്ടറ്റത്തും ഒരേ സമയത്തിന് തന്നെ ചെന്നെത്താൻ കഴിയുന്നത് വെള്ളാപ്പള്ളി നിങ്ങൾക്ക് മാത്രമാണ്. ഇങ്ങനെ ഒരേ സമയം തന്നെ രണ്ടുപേരോടും ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.